ദുനിയാവിൽ എവിടെയും കിട്ടാത്ത വിലക്ക് ഒരു ഫോർച്യൂണർ 7 സീറ്റർ വണ്ടി നമുക്ക് തുടങ്ങാം. 530 ഫൈനൽ പ്രൈസ്. 530 ദുനിയാവിൽ എവിടുന്ന് കിട്ടൂല ഈ വിലക്ക്. 2021 വണ്ടി 60,000 കിലോമീറ്റർ ഓടിയ ഒരു വാനാണ്. ആവശ്യക്കാർ നല്ല അതൃപ്പത്തിൽ കുതിർപ്പത്തിന്റെ അംബാസഡർ, അതും പ്രീമിയം സെറ്റപ്പിൽ ചെയ്തിട്ടുള്ള ഒരു വാനല്ല. ഈ സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാതും ഉണ്ട്. ഇവിടെ ഒരു ബൈക്ക് എടുക്കുന്ന പൈസക്ക് നിങ്ങൾക്ക് ഒരു ഹോണ്ട സിറ്റി കൊണ്ടുപോകാം, അതും നല്ല ഹിദുമത്തിന്റെ വണ്ടി. വീണ്ടും ഇവിടെ ഒരു സെക്കൻഡ് സ്കൂട്ടർ എടുക്കുന്ന പൈസക്ക് ഒരു സെൻ കാർ. എങ്ങനെയാണ് ബ്രോ? എവിടെയും കിട്ടാത്ത ഓഫർ വിലക്ക് നാനോ കാർ ഇവിടെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സെക്കൻഡ് സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് ഒരു ആഡംബര കാർ, ടൊയോറ്റന്റെ കൊറോള അൾട്ടിസ. ഇവിടെ നല്ലൊരു കിണ്ണം കാച്ചിയ ജീപ്പ് കോമ്പസ് ആണ്, അതും ഏറ്റവും ടോപ്പ് ഓപ്ഷനിൽ വരുന്ന ലിമിറ്റഡ് എഡിഷനിൽ വരുന്ന പ്ലസ് ആണ്. ലിമിറ്റഡ് പ്ലസ് ആണ്. ഇതിലൊരു ഡീസൽ വണ്ടി, അതും 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാനാണ്. ഇവിടെ നല്ല ഖിദ്മത്തിന്റെ റിഡ്സ് ഡീസൽ വണ്ടി. ഇവിടെ നല്ല കിണ്ണം പോലത്തെ ഊണ്ടായിന്റെ വെന്യൂ SUV ടൈപ്പിൽ മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹമുള്ള കുറെ ആൾക്കാരുണ്ടാവും വണ്ടി നോക്കണേ. അങ്ങനത്തെ ആൾക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. ക്രെറ്റയില് മാക്സിമം 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. മൈലേജ് കിട്ടും. ഇവിടെ നല്ല ഖിദ്മത്തിന്റെ നാനോ കാർ, നല്ല ഷോറൂം കണ്ടീഷനുള്ള ഒരു വാനാണ് കേട്ടോ, അതും ഓട്ടോമാറ്റിക് ആണ്. ഇവിടെ ഒരു ഓംനി വാൻ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നല്ലൊരു വെറൈറ്റി നമ്പറിൽ ഒരു I20 വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്, അതും ഡീസൽ വണ്ടിയാണ്. 120 നമ്പർ. ഇവിടെ ഒരു കിണ്ണം പോലത്തെ സ്വിഫ്റ്റ് കാർ ടൈപ്പ് 1 ഇറങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണ്. അലോയ്സി കാര്യങ്ങളൊക്കെ കിണ്ണം പോലത്തെ ഒരു വാഗനർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. വീണ്ടും ഒരു ഡീസൽ വണ്ടി, ഫോർഡിന്റെ ഫിഗോ. ഇവിടെ 2 പീസ്. ഇവിടെ നല്ല ഖിദ്മത്തിന്റെ ഊണ്ടായിന്റെ I20 ആണ് നിങ്ങളെ. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണ വിലയിൽ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കാറുകളുടെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. മോഡൽ കുറഞ്ഞ വണ്ടികളുണ്ട്, മോഡൽ കൂടിയ വണ്ടികളുണ്ട്. അതായത് ചെറിയ ബഡ്ജറ്റിലൊക്കെ വണ്ടികൾ നോക്കുന്നവർക്ക് ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ, അതും ഡീസൽ വണ്ടികൾ. മാക്സിമം 2 ലക്ഷത്തിന്റെ ഉള്ളിൽ കുറെ വണ്ടികളുണ്ട്. ഒക്കെ വില പൊട്ടിച്ചാണ് തരാം, ഓഫർ പ്രൈസിന് കൊടുക്കാം അല്ലേ. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ്. ഇത് എന്തൊക്കെയുണ്ട് ബ്രോ? സുഖല്ലേ? കച്ചവടം എന്തുപാട്? വണ്ടികളൊക്കെ എങ്ങനെ? അടിപൊളിയല്ലേ? ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ചീപ്പ് റേറ്റിലാണ് കൊടുക്കുന്നത്, നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ. ഓക്കെ, എന്തുണ്ടെങ്കിലും മൂപ്പര് പറഞ്ഞിട്ട് തരുള്ളൂ കേട്ടോ, കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. അതെ അതെ. പിന്നെ എന്തെങ്കിലും ഫോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പറഞ്ഞു തരും, ഒന്നും ഒളിപ്പിക്കൂല ബ്രോ. പിന്നെ മാക്സിമം എത്ര വണ്ടികളുണ്ട് ഇവിടെ? നമ്മുടെ മൊത്തം കളക്ഷൻ 35 വണ്ടികളുണ്ട്. 35 ഉണ്ടല്ലേ. ഏകദേശം സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര വരുന്നേ? നമ്മളൊരു 60,000 തൊട്ടുള്ള ഉണ്ടല്ലേ. 60,000 രൂപ തൊട്ട് ഏകദേശം ഒരു 8 ലക്ഷം രൂപ വരെയുള്ള 15 ലക്ഷത്തിന്റെ അടുത്ത് വിലയുള്ള ഉണ്ടല്ലേ. 10 ലക്ഷം റുപ്യക്കുള്ള 12 ലക്ഷത്തിന്റെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് പ്രേക്ഷകരോട് ഒന്ന് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണ്? മഞ്ചേരി കോഴിക്കോട് റൂട്ടിൽ ഒരു 5-6 കിലോമീറ്റർ വന്നു കഴിഞ്ഞാല് പുല്ലാനൂർ സ്കൂൾ എന്ന് പറയും, സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇപ്പൊ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ വെള്ളാമ്പുറം കഴിഞ്ഞ് മഞ്ചേരി പോകുമ്പോൾ ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ അത്ര തന്നെ. വെള്ളാമ്പുറത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്റർ മഞ്ചേരി റോട്ടിൽ വന്നാൽ മതി. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഇവരെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് ഇവർ അയച്ചു തരും കേട്ടോ. മാക്സിമം വില പൊട്ടിച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഒക്കെ നല്ല വണ്ടികളാണ്. അപ്പോ സംസാരിച്ച് ലാഗ് എടുപ്പിക്കണ്ട, ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കല്ലേ. എന്തെങ്കിലും ഓഫർ എന്ന് കൊടുക്കണ്ടോ? ഓഫറുകൾ ഉണ്ടല്ലോ, നമുക്ക് ഓരോന്നിൽ പറഞ്ഞു കൊടുക്കാം. അപ്പോ നേരെ വണ്ടിയിലേക്ക് പോലെ. ഓക്കെ, ദുനിയാവിൽ എവിടെയും കിട്ടാത്ത വിലക്ക് ഒരു ഫോർച്യൂണർ 7 സീറ്റർ വണ്ടി നമുക്ക് തുടങ്ങാം. എങ്ങനെ ബ്രോ മോഡല്? 2012 മോഡലാണ്. 12 മോഡലാണ്. ചെറിയ വണ്ടി, ചെറിയ ബഡ്ജറ്റിൽ ഈ വണ്ടി കിട്ടും കേട്ടോ. റീ വണ്ടിയാണ് ഇത്. 2 വീൽ ഓട്ടോമാറ്റിക്. ഓക്കെ, വണ്ടി എന്തുപാട്? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി. കമ്പനി സർവീസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ്. 2 ലക്ഷത്തി സംതിങ് ഓടിയിട്ടുണ്ട് തന്നെ. കേരളത്തിൽ എത്തിയിട്ടും കമ്പനി സർവീസ് ആണ്, വരുന്നത് വരെ ഉള്ളതും കമ്പനി സർവീസ്. നല്ല പെട്ടി പീസ് ആണ്. അതെ അതെ, ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ, മോഡൽ എത്ര? 12 2 വീൽ ഓട്ടോമാറ്റിക്. ഓക്കെ, എത്ര കൊടുക്കത്? നമുക്ക് ഫൈനൽ 9.25 കൊടുക്കാം. 9.25 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റൂല്ലേ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ഒരു ബൈക്ക് എടുക്കുന്ന പൈസക്ക് നിങ്ങൾക്ക് ഒരു ഹോണ്ട സിറ്റി കൊണ്ടുപോകാം, അതും നല്ല ഖിദ്മത്തിന്റെ വണ്ടിയാണ് കേട്ടോ. എങ്ങനെയാണ് ബ്രോ മോഡൽ വരുന്നത്? 2006 മോഡൽ ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, ZX ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറിന്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാ ഭാഗവും വർക്കിംഗ് ആണ്, അതാണ് ഹൈലൈറ്റ്. അതെ, 2006 വണ്ടിയാണെങ്കിലും എല്ലാ ഭാഗങ്ങളും പക്ക വർക്കിംഗ്, എല്ലാം പക്ക വർക്കിംഗ് ആണ്. മിയ വണ്ടി, നല്ല ടയർ ഭാഗങ്ങളുണ്ട്. പേപ്പർ കാര്യങ്ങളൊക്കെ അടുത്ത വർഷമാണ് വരുന്നത്. 2006 വണ്ടിയാണ്. ഓക്കെ, പെട്രോളിൽ മാത്രം ഓടിയ വണ്ടിയാണ്. ഗ്യാസ് കാര്യങ്ങൾ മറ്റൊന്നും കയറ്റിട്ടില്ല, ഒന്നും കയറ്റിയില്ല. വണ്ടി കാണാൻ നല്ല മുഞ്ചിന്റെ അഡീഷണൽ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. അതെ, കസ്റ്റമർ നല്ല നീറ്റിൽ കൊണ്ടുവരുന്ന വണ്ടി തന്നെ. ഉള്ളും പുറത്തൊക്കെ കാണാൻ നല്ല ബ്ലാക്ക് ബ്യൂട്ടി എന്ന് പറഞ്ഞാല് ഒരു വരെ കുറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വൃത്തിയിൽ കാണാൻ പറ്റിയ ഒരു ബ്ലാക്ക്. കട്ടുള്ള ടയർ ഉണ്ട്. അതെ, കട്ടുള്ള ടയർ. മെക്കാനിക് ഫുൾ ഫിറ്റ് അല്ലേ? ഗ്യാരണ്ടി ഒന്നും നോക്കാനില്ല, കണ്ണ് ചിമ്മിട്ട് എടുക്കട്ടോ. അതും ഒരു ബൈക്കിന്റെ പൈസ ഉള്ളൂ. എത്രയാണ് ബ്രോ?
നമ്മൾ 1.30 ആസ്ക് ചെയ്യുന്നത്. കസ്റ്റമർ വന്ന് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. SUV ടൈപ്പിൽ മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹമുള്ള കുറെ ആൾക്കാരുണ്ടാവും വണ്ടി നോക്കണേ. അങ്ങനത്തെ ആൾക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. ക്രെറ്റയില് മാക്സിമം 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. മൈലേജ് കിട്ടും. വരുന്ന മോഡൽ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. അതെ അതെ, 1.4 എഞ്ചിൻ. ക്രെറ്റയാണ് 1.4 ആണ് വരുന്നത്. എങ്ങനെയാണ് മോഡൽ? 2018 മോഡലാണ്. സിംഗിൾ RC ഓണർ, ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒരു 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് കാര്യങ്ങൾ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ പെയിന്റിംഗ് ടച്ചപ്പുകളൊക്കെ നടന്ന വണ്ടിയാണ്. ഓക്കെ. ഇത് എത്ര കൊടുക്കാൻ പറ്റും? പുതിയ ഇൻഷുറൻസ് ഒക്കെ അടച്ചിട്ട് ഇപ്പൊ നിലവിൽ ഇൻഷൂർ ബ്രേക്ക് ആയി കിടക്കുകയാണ്. നമുക്ക് പുതിയ ഇൻഷുറൻസ് അടച്ചിട്ട് നമ്മൾ ഇതിന് ആസ്ക് ചെയ്യുന്നത് 790 790. നമ്മൾ മാക്സിമം എമൗണ്ട് കുറച്ചിട്ട് കൊടുക്കാം. മാക്സിമം എമൗണ്ട് ലോൺ കൊടുക്കാം. ഒരു 50,000 അല്ലെങ്കിൽ 25,000 രൂപയൊക്കെ DP ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ലോൺ ചെയ്ത് കൊടുക്കാം. പറ്റും അല്ലേ? 2018 ക്രെറ്റ ഡീസൽ വണ്ടിയാണ്. ഗ്യാരണ്ടി കൊടുക്കാം. 71,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഗ്യാരണ്ടിയാണ്, ജെന്യുവിൻ ആണ്. ഓപ്ഷൻ വരുന്നത്. ഇവിടെ നല്ല ഖിദ്മത്തിന്റെ റിഡ്സ് ഡീസൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ബ്രോ മോഡൽ? 2015 മോഡൽ വണ്ടിയാണ്. മോഡൽ കൂടിയ വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. 3ാമത്തെ ഓണർഷിപ്പില്. ഓക്കെ. LDI VDI കൺവേർട്ട് ചെയ്ത വണ്ടി. കൺവേർട്ട് ആക്കിയിട്ടുണ്ടല്ലോ. പക്ഷെ നോർമൽ കൺവേർട്ടിംഗ് അല്ല, ഡോർപേഡ് ഉൾപ്പെടെ മാറിയതാണ്. ഓക്കെ. നമുക്ക് കൺവേർട്ട് ചെയ്താൽ ഒരിക്കലും അറിയാൻ കഴിയൂല. വണ്ടി ഉള്ളും പുറത്തേക്ക് നോക്കണം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കാര്യങ്ങളൊക്കെ ചെറിയ കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാണ്ടായി ചെയ്തിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. ഓക്കെ. ഇത് വന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. വണ്ടി വേറെ തട്ടുമുട്ടൊന്നുമില്ല. അല്ല, മേജർ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. എത്ര ആസ്ക് ചെയ്യണേ? ഇത് നമ്മള് 3.30 ആസ്ക് ചെയ്യണേ. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ഒരു 3 രൂപ ലോണും കൊടുക്കാം. 10-25 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാം. ഇവിടെ നല്ല കിണ്ണം പോലത്തെ ഊണ്ടായിന്റെ വെന്യൂ, അതും ഏറ്റവും ടോപ്പ് ഓപ്ഷനിൽ വരുന്ന N90 ഓപ്ഷനിൽ വരുന്ന ഒരു വേരിയന്റിൽ വരുന്ന ഒരു വാനാണ്. ഇത് എങ്ങനെയാണ് ബ്രോ മോഡൽ വരുന്നത്? ഇത് 2023 മോഡല്. 24,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ആകെ 24,000 ഓടിയിട്ടുള്ളൂ. പുതിയ വണ്ടിക്ക് ഏകദേശം 16-17 അടുത്ത് വില വരുന്നുണ്ട്. നിങ്ങൾ നേരെ പകുതി വിലക്ക് കൊടുക്കും. നമ്മൾ ചെറിയ വിലക്കാണ്. റേറ്റ് നമുക്ക് അവസാനം പറയാം. ഇത് ഓട്ടോമാറ്റിക് DCT ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. തന്നെ സൺറൂഫ് കാര്യങ്ങളൊക്കെ ഏറ്റവും ഫുൾ ഓപ്ഷൻ. അതെ, ഒന്നും നോക്കാനില്ല. ഓട്ടോമാറ്റിക്കലി പിന്നെ ടെർബോ വന്ന വണ്ടി. ഇതിന്റെ മേലേക്ക് വെന്യൂല് ഒരു ഓപ്ഷൻ ഇല്ല. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ വരുന്നത് ടർബോയില് ഓട്ടോമാറ്റിക്. ഓക്കെ. ഇത് എത്ര നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? നമ്മൾ 10.90 ആസ്ക് ചെയ്യുന്നത്. കസ്റ്റമർക്ക് മാക്സിമം പൊട്ടിച്ചിട്ട് കൊടുക്കാം. മാക്സിമം വില പൊടിച്ച് കൊടുക്കാം. ഫുൾ എമൗണ്ട് ലോൺ വേണമെങ്കിൽ ക്യാഷ് ബാക്കും ചെയ്ത് കൊടുക്കാം. ഓക്കെ. 18 രൂപ വില ഉണ്ട് ലോൺ റോഡ്. 17 റേഞ്ചിൽ വില വരുന്നത്. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ഫുള്ള് ലോണിൽ വണ്ടി ഇറക്കാനും പറ്റും കേട്ടോ. ക്യാഷ് ബാക്ക് വേണമെങ്കിൽ ചെയ്യാം. പൈസ വേണമെങ്കിൽ അങ്ങോട്ടും തരും. ഇവിടെ നല്ലൊരു കിണ്ണം കാച്ചിയ ജീപ്പ് കോമ്പസ് ആണ്. അതും ഏറ്റവും ടോപ്പ് ഓപ്ഷനിൽ വരുന്ന ലിമിറ്റഡ് എഡിഷനിൽ പ്ലസ് ആണ്. ലിമിറ്റഡ് പ്ലസ് ആണ്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ വരുന്നത്? 2019 മോഡൽ 20 രജിസ്ട്രേഷൻ. 20 റേസ് ഉണ്ട്. സിംഗിൾ ഓണർ ആണ്. പക്ക കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. അതെ. ഏകദേശം ഒരു 28 റേഞ്ചിൽ പുതിയ വണ്ടിക്ക് വില വരുന്ന വണ്ടിയാണ്. 28 രൂപ വരുന്നുണ്ട്. ലിമിറ്റഡ് പ്ലസ് ഡീസലിൽ വരുന്ന വണ്ടിയാണ്. 60,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പനോരമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ ഉള്ള ഡീസൽ പനോരമിക് സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. ഡീസൽ മാനുവൽ ഗിയർ ആണ് വരുന്നത്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാ പക്കാ സെക്കൻഡ് ഗിയർ സർവീസ് ഒക്കെ എല്ലാം ഉള്ള വണ്ടി. ജെനുവിൻ വണ്ടിയാണല്ലോ. ഒന്ന് നോക്കാൻ ഗ്യാരണ്ടി കൊടുക്കുക വണ്ടി. എവിടുന്ന് വേണമെങ്കിലും ഡയറക്റ്റ് പാർട്ടിക്ക് വരണമെന്നില്ല. ടോക്കൺ ആക്കിയാൽ മതി. അത്രയും ഗ്യാരണ്ടി. വേറെ ഒന്നും നോക്കാനില്ല. വണ്ടി ഒരു മൈനസ് പോലും ഇതിൽ ഒരു മൈനസും പറയാല്ലാത്ത വണ്ടി ഇല്ല. അതെ. ഇത് എത്ര നമ്മൾ 12.50 ആസ്ക് ചെയ്യുന്നത്. കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ. 12 ലക്ഷം രൂപ ലോണും കിട്ടും അല്ലേ? ഓക്കെ. അപ്പൊ 20 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി കേട്ടോ. 19 മോഡൽ 20 രജിസ്റ്റർ ഉണ്ട്. നല്ല തീ പോലത്തെ വണ്ടി. നല്ല അതിർപ്പത്തിൽ കുതിർപ്പത്തിന്റെ അംബാസഡർ, അതും പ്രീമിയം സെറ്റപ്പില് ചെയ്തിട്ടുള്ള ഒരു വാനല്ല. ഈ സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാതും ഉണ്ട്. പിന്നെ ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ എഞ്ചിനാണ് വരുന്നത്. അതെ. ഇത് എങ്ങനെയാണ് മോഡൽ? 2004 മോഡലാണ്. ഓക്കെ. പക്ഷെ വണ്ടി ഇപ്പൊ മൊത്തം മോഡിഫൈഡ് ചെയ്ത വണ്ടി. നിങ്ങൾ എത്ര പൈസന്റെ എക്സ്ട്രാ ഫിറ്റ് ഒരു 4-5 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സ് ചെയ്ത മാക്സിമം 5 ലക്ഷം രൂപന്റെ ഫിറ്റ് ഇതിലേക്ക് ചെയ്തിനല്ലോ. ആദ്യം ചെയ്തിരിക്കുന്നത്. അതെ. ഇത് നിങ്ങളെ കയ്യിൽ തന്നെയല്ലേ ഉള്ള വണ്ടി? നമ്മൾ തന്നെ വർക്ക് എടുത്ത വണ്ടിയാണ്. നിങ്ങളെ കയ്യിൽ തന്നെയുള്ള കച്ചവടക്കാരെ കയ്യിലുള്ള വണ്ടിയല്ല. നമ്മളെ സ്വന്തം വണ്ടിയാണ്. നിങ്ങളെ സ്വന്തം വണ്ടിയാണ്. അതെ. പിന്നെ വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, മോട്ടറൈസ്ഡ് മിറർ, മോട്ടറൈസ്ഡ് സീറ്റ്, മോട്ടറൈസ്ഡ് സൺറൂഫ്, അലോയ് വീൽസ് കാര്യങ്ങള്, ലാമ്പ്, പഴയ മോഡല്, പിന്നെ ഇതിന്റെ മോണോഗ്രാം, എല്ലാതും ചെയ്തോണ്ട് ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറ്റി ഒരു വാഹനം അല്ലേ? ഒരു മൊഞ്ചത്തി തന്നെയാണ്. ഇത് തറവാടിത്തം തെളിയിക്കണ വണ്ടിയാണ്. അതെ. വീടിന്റെ നല്ല പഴയ വീടിന്റെ മുന്നിലൊക്കെ കൊണ്ടുപോയി വെക്കാൻ പറ്റിയ വീട്ടിന് മുമ്പിൽ വെച്ചാൽ നല്ല ഒരു കാണാൻ പ്രീമിയം വണ്ടിയിലുള്ള സിഗ്മെന്റ് ഒക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതെ.
എല്ലാ സെറ്റപ്പും എല്ലാം കൊണ്ടും തേഞ്ഞ വണ്ടിയാണ്. അതെ അതെ. മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ് അല്ലേ? ഒന്നും നോക്കാനൊന്നുമില്ല, എല്ലാ വർക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ഇത് എത്ര കൊടുക്കാം? നമ്മള് 4 ഉദ്ദേശിക്കുന്നത്, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. 4 രൂപ ചോദിക്കുന്നുണ്ട്, നെഗോഷ്യബിൾ ആണ്. ഇതിലൊരു ഡീസൽ വണ്ടി, അതും 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാനാണ് കേട്ടോ. ഫോർഡിന്റെ ഫിഗോ. എങ്ങനെയാണ് ബ്രോ ഇത്? ഇത് 2013 മോഡൽ സെക്കൻഡ് ആർസി ഓണർ വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന്റെ അഡീഷണൽ LCD കാര്യങ്ങൾ, സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാ വേറെ ടയർ ഭാഗങ്ങളൊക്കെ 2 കടുപ്പുത്തൻ ടയറൊക്കെ ഉണ്ട്. ഓക്കെ, കടുമ്പുത്തൻ ടയർ ഉണ്ട്. ഉള്ളും പുറത്തൊക്കെ നോക്കാൻ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ബ്ലഡ് കാര്യങ്ങളൊന്നുമില്ല, ആകെ ഗ്യാരണ്ടി ഒന്നുമില്ല. എത്ര കൊടുക്കുക ഇത്? നമുക്ക് 1.45 കൊടുക്കും. 1.45 കേരള വണ്ടിയാട്ടോ. ഓക്കെ. ഡീസൽ വണ്ടി ചെറിയ ബഡ്ജറ്റിൽ കിട്ടും. ഈ ഇൻഡിക്ക വിസ്റ്റ TDI വരുന്നുണ്ട്. ഓക്കെ. എങ്ങനെയാണ് ഇത് മോഡൽ കാര്യങ്ങൾ? 2009 മോഡലാണ്. 29 വരെ പേപ്പറുള്ള വണ്ടി. പേപ്പറൊക്കെ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന്റെ വരുന്ന മോഡൽ. ഓക്കെ. മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ് അല്ലേ? ഒന്നും നോക്കാനില്ല, എടുക്കുന്ന ആൾക്ക് എണ്ണ അടിക്കാവോ? AC ശകലം ഗ്യാസ് അടിക്കണം. AC കമ്മി ഉണ്ട് അല്ലേ? ഗ്യാസ് കമ്മി, അല്ലാതെ കംപ്ലൈന്റ് ഒന്നുമില്ല. അത് വരുന്നവർ ചെക്ക് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്ര കൊടുക്കരുത്? 74 ആസ്ക് ചെയ്യണത്. മാക്സിമം 68 രൂപ വണ്ടി കൊടുക്കും. 68,000 രൂപയ്ക്ക് വണ്ടി കിട്ടും കേട്ടോ. ഒരു സെക്കൻഡ് സ്കൂട്ടർ എടുക്കുന്ന പൈസ. ഇവിടെ ഒരു വോക്സ് വാഗന്റെ പോളോ, നല്ല അടിപൊളി റെഡ് കളറിൽ വന്നിട്ടുള്ള ഒരു വാനാണ്. എങ്ങനെയാണ് ബ്രോ മോഡൽ? 2011 മോഡൽ ട്രെൻഡ് ലൈൻ, ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി, ഡീസൽ ആണല്ലേ? ഡീസൽ. ഓക്കെ. വണ്ടി AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന്റെ വരുന്നുണ്ട്. അഡീഷണൽ ഇതിൽ LCD സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് വണ്ടിയാണ്. വണ്ടി വേറെ അപാകതകളൊന്നുമില്ല. ഡീസൽ എഞ്ചിനാണ്, ഡീസൽ സിലിണ്ടർ എഞ്ചിനാണ് വരിക. അപ്പൊ അതിനെ പറ്റി അറിയുന്ന ആൾക്കാർക്കേ പോളോ പറ്റുള്ളൂ. മെക്കാനിക് എന്ത് പാട്? നിലവിൽ കംപ്ലൈന്റുകളൊന്നുമില്ല. എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് ആണ്. AC കാര്യങ്ങളൊക്കെ പക്ക കൂളിംഗ് ആണ്. അതെ. ഇപ്പൊ റീസെന്റ് ഒന്നും നോക്കാനൊന്നുമില്ല, ആൾക്ക് കണ്ണടിക്കാൻ ഓടാന്നല്ല. അടുത്ത വർഷം പേപ്പർ വരും. അതെ. ഇത് എത്രയാ കൊടുക്കാൻ ഉദ്ദേശിച്ചത്? നമ്മള് 1.25 ആസ്ക് ചെയ്യുന്നത്. വരുന്ന ആൾക്കാർക്ക് മാക്സിമം വില അഡ്ജസ്റ്റ് ആക്കി കൊടുക്കൂല. ഓക്കെ. വീണ്ടും ഇവിടെ ഒരു സെക്കൻഡ് സ്കൂട്ടർ എടുക്കുന്ന പൈസക്ക് ഒരു സെൻ കാർ. എങ്ങനെയാണ് ബ്രോ? ഇത് 2004 മോഡൽ സെൻ. 2004 29 വരെ പേപ്പറുള്ള ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. 4 കടുപ്പത്തൻ ടയർ ഉണ്ട്. വണ്ടി എന്ത് പാട്? കിതുമത്തിന് വണ്ടി, എഞ്ചിനും കാര്യങ്ങളൊക്കെ പക്കയാണ്. AC മാത്രമുള്ള വണ്ടിയാണ്, പവർ സ്റ്റിയറിംഗ് വരാത്ത ഓപ്ഷനാണ്. AC മാത്രം ഉണ്ടല്ലേ? AC മാത്രമേ ഉണ്ടാവില്ല. നല്ല ബോഡി ക്വാളിറ്റി, എഞ്ചിൻ ക്വാളിറ്റി, ടയറൊക്കെ പുത്തനാണല്ലേ? ഫുൾ 4 ടയറും പുതിയതാണ്. മെക്കാനിക് ഫുൾ ഫിറ്റ് വരുന്ന വണ്ടി. അതെ. കാർബറേറ്റർ എഞ്ചിനാണ്. കാർബറേറ്റർ ആണ് തന്നെ. സെൻസർ കാര്യങ്ങൾ കംപ്ലൈന്റുകൾ കൂടുതൽ വരില്ല. അതെ. ഓക്കെ. എത്ര ആസ്ക് ചെയ്യുന്നത്? നമ്മൾ 74 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 74 ചോദിക്കുന്നുണ്ട്, വില കുറച്ച് കൊടുക്കും. ഓക്കെ. ഇവിടെ നല്ല കിണ്ണം പോലത്തെ ടൊയോറ്റന്റെ ഒരു വാനാണ്, ഒരു സെഡാൻ വണ്ടിയാണ്. ഒരു ലക്ഷറി ഫീൽ ഉണ്ടല്ലോ കാണുമ്പോ. എങ്ങനെയാണ് ബ്രോ ഇത് വണ്ടി? യാരിസ്, ടൊയോട്ട യാരിസ്. പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ എഞ്ചിൻ. എങ്ങനെയാണ് മോഡൽ കാര്യങ്ങൾ? 2018 മൂന്നാമത്തെ ഓണറിൽ വരുന്ന വണ്ടി. ഓക്കെ. 95,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓക്കെ. ജെ ആണ് ഓപ്ഷൻ വരുന്നത്. വണ്ടി എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങൾ? മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. 18 മോഡൽ കൂടിയ വണ്ടിയാണ്. പിന്നെ ഒന്നും നോക്കാനില്ല, കാരണം മോഡൽ ലോണും ചെയ്തു, ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു വാനാണ്. ഇത് എത്ര മൈലേജ് എത്ര കിട്ടും? അതിന് നെറ്റ് സെർച്ച് ചെയ്യാനാണ് കറക്റ്റ്, കാരണം നമ്മുടെ റോഡിനനുസരിച്ച് മൈലേജിൽ മാറ്റങ്ങൾ വരും. അതെ, ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. CVT ഗിയർ ബോക്സ് വരുന്നത്. CVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. കയറ്റത്തുനിന്ന് താഴോട്ട് ഇറങ്ങൂല. ഈ ലേഡീസ് പർപ്പസിനൊക്കെ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. എത്ര കൊടുക്കരുത്? നമ്മൾ 6.30 ആസ്ക് ചെയ്യണേ. മാക്സിമം പൊട്ടിച്ചു കൊടുക്കാം. മാക്സിമം വില കുറച്ചു കൊടുക്കാം, ആൾക്കാർ വരട്ടെ. അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. അത് അലോയ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കയറ്റിയതാണ്. നല്ല ഉള്ളിൽ നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുള്ള് ലോണിൽ എടുക്കാൻ പറ്റൂട്ടോ ഈ വണ്ടി. 1 രൂപ വേണ്ട. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇവിടെ നമുക്ക് ഒരു ഫിയറ്റിന്റെ പൂണ്ടോ അല്ലെ? ചെറിയ ബഡ്ജറ്റിൽ ഡീസലില് മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു വണ്ടി. ഇതെങ്ങനെയാണ് ബ്രോ മോഡൽ? കൊടുക്കുന്ന സെയിം എഞ്ചിൻ. അതെ, സ്വിഫ്റ്റിന്റെ എഞ്ചിനാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അതെ. ഇതിന്റെ സ്വിഫ്റ്റിൽ കിടക്കണല്ലേ? അങ്ങനെയാണ്. ഓക്കെ. 2015 മോഡൽ. 15 മോഡൽ ഇവോ എന്ന് പറഞ്ഞ സാധനമാണ് പൂണ്ടോല്. അതെ. മോഡൽ കൂടിയ ഒരു വണ്ടി. ഓക്കെ. എങ്ങനെയാണ് കാര്യങ്ങൾ? നമ്മൾ 2.15 ചോദിക്കുന്ന വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ബോഡി ക്വാളിറ്റി, എഞ്ചിൻ ക്വാളിറ്റി ഒക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. അഡീഷണൽ അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡീഷണൽ ആയിട്ട് അലോയ്സ് കാര്യങ്ങൾ, സീറ്റ് കവർ, സ്റ്റിയറിംഗ്, 4 ഡോർ പവറിന്റെ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. മെക്കാനിക് ഫുൾ ഗ്യാരണ്ടി കൊടുക്കാം. ഇത് എത്ര നിങ്ങൾ ചോദിച്ചത്? 2.15 ചോദിക്കുന്ന വണ്ടി. ഫൈനൽ 2 രൂപ കൊടുക്കാം. 2 രൂപ കൊടുക്കാം. അതും 2015 ഉണ്ടോ? അതെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ. ഈ വിലക്കൊന്നും പൂണ്ട കിട്ടൂല. അതും 2015 മോഡൽ പൂണ്ടാണ്. ഓക്കെ. ഇവിടെ നല്ല കീതുമത്തിന്റെ ഊണ്ടതിന്റെ i20 ആണ് നിങ്ങൾ കാണിക്കുന്നത്. എങ്ങനെയാണ് ബ്രോ മോഡൽ? ഇത് 2020 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. 43,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ആകെ 43,000 സർവീസ് ചെയ്തു പോകുന്ന വണ്ടിയാണ്.
പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. പെട്രോൾ വണ്ടി അലവിയിലൊക്കെ വരുന്ന മോഡലാണ്. ആലോചിച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് ഏതാ ഓപ്ഷൻ പിന്നെ? ഇത് സ്പോർട്സ് ആണ്. സ്പോർട്സ് ആണ്. ഓക്കെ, നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്താണ്. വണ്ടി നല്ല വൃത്തിയുണ്ടല്ലോ. ഓക്കെ, എത്ര ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ കൊണ്ടുവരണ്ട. ₹1 ഇല്ലാണ്ട് ലോൺ ഇറക്കാൻ പറ്റിയൊരു വാഹനം അല്ലേ? 550 വണ്ടിന്റെ വില. നിങ്ങൾ ചോദിക്കുന്നത് 550. 550 വെറും 550 ചോദിക്കുന്നത്. ഫുള്ള് ലോൺ. ഓക്കെ, പോലും മുടക്കണ്ട. ഓക്കെ, ഒരു പൈസ വേണ്ടട്ടാ. സ്വിഫ്റ്റ് കാർ അല്ലേ? എത്ര മോഡലാ ഇത്? 2021 മോഡൽ VXi ഓപ്ഷൻ വരുന്നല്ലേ? ഓക്കെ, ഓട്ടോ കാര്യങ്ങളൊക്കെ 60,000 കിലോമീറ്റർ സെക്കൻഡ് ഓണറിൽ വരുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അടിപൊളി കട്ട സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത വണ്ടിയാണ്. സൂപ്പർ സീറ്റും കാര്യങ്ങളും. ഇരുമത്തിന്റെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടയുള്ള ടയർ ഉണ്ട്. നല്ല കാണാൻ വൃത്തിയുണ്ട്. ഈ കളർ തന്നെ ഒരു വെറൈറ്റി കളറാണ് അല്ലേ? വണ്ടി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല സൂപ്പർ വണ്ടി. കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റ് വണ്ടി. എത്ര കൊടുക്കരുത്? നമുക്ക് 530 കൊടുക്കാം. ഫൈനൽ 530 കൊടുക്കാം. ₹1 പോലും കൊണ്ടുവരാ. ഫുൾ എമൗണ്ട് ലോൺ ചെയ്തു. ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റൂല്ലേ? 2021 വണ്ടിയാണ്. 530 ഫൈനൽ പ്രൈസ്. 530 ആണ്. ദുനിയാവിൽ എവിടുന്ന് കിട്ടൂല ഈ വിലക്ക്. 2021 വണ്ടി 60,000 കിലോമീറ്റർ ഓടിയ ഒരു വാനാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇവിടെ നല്ല ഖിദ്മത്തിന്റെ നാനോ കാർ, നല്ല ഷോറൂം കണ്ടീഷനുള്ള ഒരു വാനാണ് കേട്ടോ. അതും ഓട്ടോമാറ്റിക് ആണ്. എങ്ങനെയാണ് ബ്രോ? 2015 നാനോ ടിസ്റ്റ്. 15 മോഡല് നാനോ ടിസ്റ്റ് ആണ്. സിംഗിൾ ഓണർ വണ്ടി. വെറും 55,000 കിലോമീറ്റർ ഓടിയുണ്ട്. ആകെ 55,000. ജെനുവിൻ ഓട്ടാണ്. തട്ടുമുട്ട് റീപ്ലേസ് കാര്യം ഒന്നുമില്ല. ചിന്തിക്കാനല്ല. നല്ല പെട്ടി പീസ്. അത്യാവശ്യം നല്ല ടയർ ഭാഗങ്ങളൊക്കെ ഉള്ള വണ്ടി. ഓക്കെ, നല്ല കട്ടയുള്ള പുത്തൻ ടയർ ആണല്ലേ? ഉള്ളു ഭാഗത്ത് പുറത്തൊക്കെ റെഡിയാണ്. ഇത് AC പവർ സ്റ്റിയറിംഗ്, പിന്നെ 2 ഡോർ പവറിന്റെ AC 2 ഡോർ പവർ ഉണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ഗിയർ. ഓക്കെ, പെട്രോൾ എഞ്ചിനിൽ വരുന്നത്. പെട്രോൾ എഞ്ചിനാണ്. എത്ര ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 170 ആണ്. 170 ഫസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതെ, ലേഡീസിനൊക്കെ പറ്റിയ ചെറിയൊരു വണ്ടിയാണ്. എവിടെയും കൊണ്ടുപോയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനും സൗകര്യം. ചെറിയ ബഡ്ജറ്റിൽ ഒരു ഹുണ്ടായിന്റെ ഇയോണ്, അതും ഫുള്ള് ലോൺ കേട്ടോ. ₹1 ഇല്ലാതെ ഈ വണ്ടി നിങ്ങൾക്ക് ലോൺ ഇറക്കാനും പറ്റും. എങ്ങനെയാണ് ബ്രോ മോഡൽ? 16 മോഡൽ വണ്ടിയാണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. റീപ്ലേസ് കാര്യങ്ങളും ഒന്നുമില്ല. മിയ പെട്ടി പീസ്. എത്ര കൊടുക്കത്? നമുക്ക് 195 കൊടുക്കാം. 2 ലക്ഷം ലോൺ ഇട്ട് കൊടുക്കാം. 2 ലക്ഷം. ₹5 അങ്ങോട്ട്. ₹5 അങ്ങോട്ട് കൊടുക്കാം. പെട്രോൾ അടിക്കാനുള്ള പൈസയും വരാനുള്ള പൈസയൊക്കെ അങ്ങോട്ട് കൊടുക്കാം. അങ്ങോട്ട് കൊടുക്കുക അല്ലേ? ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ. ഇവിടെ ഒരു ഓംനി വാൻ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ സൈൽസിന്, സ്കൂൾ ട്രിപ്പിനൊക്കെ പറ്റിയൊരു വാനാണ് അല്ലേ? എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ? ഇത് 2013 ഒറിജിനൽ കേരള വണ്ടി. ഇവിടെ മലപ്പുറം രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1 സംതിങ് ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ചെയ്ത വണ്ടി. ഓക്കെ, ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 145 ആണ്. 145 ചെറിയ രീതിയിൽ മാറ്റം പറ്റി കൊടുക്കാം. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയല്ലേ? ടയർ ഭാഗങ്ങളുണ്ട്. 7 സീറ്റ് ആണ് വരുന്നത്. ഒന്ന് നോക്കാം. കേരിയർ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഫേസ് ടു ഫേസ് സീറ്റും നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് നല്ല വൃത്തിയുള്ള ഒരു വാനാണ്. 145 നിങ്ങൾ ലാസ്റ്റ് കൊടുക്കൂല. എന്തെങ്കിലും ചെറിയ മാറ്റം പറ്റി കൊടുക്കാം. ഓക്കെ, ഇതിന് ലോൺ ഒന്നും കിട്ടൂലല്ലോ. 1 ലക്ഷം ലോൺ കിട്ടും. ലോൺ ചെയ്യാൻ പറ്റൂല. ഇവിടെ ഉള്ള ആൾക്ക് സർട്ടി ഫിനാൻസ് അല്ലേ? എല്ലാത്തും കൊടുക്കാം. 13 വണ്ടിയല്ലേ? 13 വണ്ടി കൊടുക്കൂല. ഓക്കെ, വണ്ടി നല്ല കാണാൻ നല്ല വൃത്തിയുള്ള ഒരു വാനാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ. വോക്സ്വാഗന്റെ വെന്റോ ഡീസൽ വണ്ടിയാണല്ലോ. ഡീസൽ എഞ്ചിൻ. ഇത് എങ്ങനെയാണ്? 1.6 അല്ലേ? എങ്ങനെയാണ് മോഡൽ? 2011 മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി സെക്കൻഡ് ഓണർ ലൈനാണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഫീച്ചറും വർക്കിംഗ് ആണ്. പക്കാണല്ലേ? 175 ആണ് ആസ്ക് ചെയ്യുന്നത്. ചെറിയ മാറ്റം പറ്റി കൊടുക്കും. 175 കൊടുക്കും. അതെ, ഓക്കെ. കീബോർഡ് കൊടുക്കാം. താഴത്ത് പോകൂലേ? ഓക്കെ, ലോൺ കിട്ടോ? ലോൺ ചെറിയ എമൗണ്ട് കിട്ടും. 1 ലക്ഷം റേഞ്ചിൽ കിട്ടും. ഓക്കെ, ഓക്കെ. കിണ്ണം പോലത്തെ ഒരു വാഗനർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ബ്രോ മോഡൽ വരുന്നത്? 2011 മോഡൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. VXi ആണ് ഓപ്ഷൻ. VXi ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. മോട്ടറൈസ്ഡ് മിറർ, ബാക്ക് വൈഫർ, മുകളിൽ കേരിയർ കാര്യങ്ങളെല്ലാം വരുന്നത്. ലാമ്പോടെ അടക്കി വരുന്നത്. ഓക്കെ, എല്ലാ സെറ്റപ്പ് ഉണ്ടല്ലോ? എല്ലാ സെറ്റപ്പ് ഉണ്ട്. എല്ലാ ഭാഗം വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ്. മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ്. ഒന്നും നോക്കാനല്ല. എഞ്ചിൻ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. അല്ല, കണി ചിമ്മിട്ട് എടുക്കാം. എത്രയാണ് ചോദ്യം? നമ്മൾ 2.4 ചോദിക്കുന്നത്. നമ്മളൊരു ഓഫർ ബേസ്ഡ് 2 ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കും. 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ. വീണ്ടും ഒരു ഡീസൽ വണ്ടി, ഫോർഡിന്റെ ഫിഗോ. ഇവിടെ 2 പീസ് ഉണ്ട് കേട്ടോ. ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരു മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു വണ്ടിയാണ്. 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അതെ, എങ്ങനെയാണ് മോഡൽ വരുന്നത്? 2013 മോഡൽ ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, ഡീസലാണ്. എഞ്ചിൻ വർക്ക് ചെയ്ത വണ്ടിയാണ്. എഞ്ചിൻ വർക്ക് ഒക്കെ ചെയ്തതാണ്. മെക്കാനിക് ഫുൾ ഓൾറെഡി ഫിറ്റ് ആണ്. ഒന്നും നോക്കാനില്ല. ഓപ്ഷൻ വരുന്നത്. എയർ ബാഗ്, അലൈവീൽ എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ടല്ലേ? എല്ലാ ഭാഗം ഫിറ്റ്. എത്ര കൊടുക്കുക? 1.25 ആസ്ക് ചെയ്യുന്നത്. മാക്സിമം കുറച്ച് കൊടുക്കല്ലേ? ഓക്കെ. ഇവിടെ ഒരു റിഡ്സ് കാർ ആണ്. ഡീസൽ വണ്ടിയാണ്. എങ്ങനെയാണ് ബ്രോ മോഡൽ? 2012 VDI ഓപ്ഷൻ വരുന്നത്. കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. നമുക്ക് 2,10,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കും. 2.30 ചോദിക്കുന്നുണ്ട്. 2.10 വണ്ടി മെക്കാനിക് ഒക്കെ എന്ത് പാട്? മെക്കാനിക് ഫിറ്റ് ആണ്. ബോഡിയിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ഭാഗം ഫിറ്റ് ആണ്.
എടുക്കുന്ന ആൾക്ക് കണ്ണടിക്കാൻ ഓടാം. എണ്ണം പോലത്തെ ഹുണ്ടായിന്റെ ഇയോണ് അതും ഫുള്ള് ലോണിൽ കിട്ടും കേട്ടോ. ചെറിയ പൈസന്റെ വണ്ടി ഫുള്ള് ലോണും ഏത് യാർഡിന് കിട്ടും അല്ലെ. ഇവിടെ നല്ലത് ചെറിയ പൈസക്ക് വണ്ടികൾ കൊടുക്കും, ഫുള്ള് ലോണും കൊടുക്കും. ഓക്കെ, ഇത് മോഡൽ എത്ര? 2014 മോഡൽ ഉണ്ട്, ഫുൾ ലോൺ കൊടുക്കുന്നത്. അതെ, 2014 മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടി. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. 1.45 വണ്ടിക്ക് വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 1.5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. 1.45 നിങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ ഒരു കിണ്ണം പോലത്തെ സ്വിഫ്റ്റ് കാർ ടൈപ്പ് 1 ഇറങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണ്. അലോയ്സി കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവറൊക്കെ. എങ്ങനെയാണ് ബ്രോ ഇത്? 2008 വണ്ടിയാണ്, പക്ഷെ 2025 ഇത് പേപ്പർ എടുത്തിട്ടുള്ളത്. 2030 വരെ റിന്യൂവൽ ടൈം ഉണ്ട്. 2028 അതിന്റെ ടാക്സ് വരുന്നത്. ഇൻഷുറൻസ് ഒക്കെ അത്യാവശ്യം സമയമുണ്ട്. ഇത് ഓട്ടം കാര്യങ്ങളൊക്കെ ഒന്നിന്റെ മുകളിലൂടെ വണ്ടി. VDI ആണ് ഓപ്ഷൻ. ഫോട്ടോ പവറിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. ഡീസൽ വണ്ടിയാണ്. 20 മൈലേജ് കിട്ടൂല ഇതിൽ? അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. ഓക്കെ, വണ്ടി വേറെ തട്ടുമുട്ട് വരില്ല. മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഗ്യാരണ്ടി കൊടുക്കും. ഒന്നുമില്ല, വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് അല്ലേ? കാരണം ചിമ്മീറ്റ് എടുക്കാം. എത്ര ഇത് ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മൾ 1.75 ആസ്ക് ചെയ്യുന്നത്. മാക്സിമം പൊട്ടിച്ചിട്ട് കൊടുക്കാം. 1.75 നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ വില കുറച്ച് കൊടുക്കും. ഓക്കെ, എവിടെയും കിട്ടാത്ത ഓഫർ വിലക്ക് നാനോ കാർ ഇവിടെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. എങ്ങനെയാണ് ബ്രോ ഇത്? 2015 വണ്ടി, ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർ. ഓക്കെ, 56,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. വണ്ടി പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന്റെ ഉള്ള ഓപ്ഷൻ ആണ്. തട്ടുമുട്ട് പേർക്കൊന്നുമില്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. കുറച്ച് പെയിന്റ് ടച്ചപ്പ് ചെയ്യാൻ അല്ലറ ചില്ലറ കുറച്ച് പണി ഉണ്ട് കേട്ടോ. പെയിന്റ് ടച്ചപ്പ് ചെയ്യാണ്ട് ഈ ബമ്പറിന്റെ ഈ ഭാഗത്ത്. ഓക്കെ, ഇത് എത്രയാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഫൈനൽ റേറ്റ് 65 രൂപ കൊടുക്കാം. 65,000 രൂപക്ക് 2015 വണ്ടി, അതും AC പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോ വരുന്ന ഒരു വാനാണ്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഒന്നും നോക്കാനില്ല, മെക്കാനിക് ഫുൾ ഫിറ്റ് ആണ്. എണ്ണടിക്കാൻ ഓടാ. ഇവിടെ നല്ലൊരു വെറൈറ്റി നമ്പറിൽ ഒരു i20 വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഡീസൽ വണ്ടിയാണ്. 120 നമ്പറിൽ വരുന്ന i20 അല്ല, എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ? 2015 മോഡലാണ് വരുന്നത്. സെക്കൻഡ് ആർസി ഓണറിൽ വരുന്ന ഒറിജിനൽ കേരള വണ്ടി. ഇത് ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് മാഗ്ന അല്ലേ. വണ്ടി എത്ര ഓട്ടം ഉണ്ട്? 1 ലക്ഷം കിലോമീറ്റർ സർവീസുള്ള വണ്ടിയാണ്. സർവീസ് ഒക്കെ ഉള്ള വണ്ടി. അഡീഷണൽ അലവിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. നിലവിൽ ഇപ്പോ റീസെന്റ് ഇല്ല, ചെയ്തിട്ടുള്ള വിലയാണ് നമ്മൾ പറയുന്നത്. ഇൻക്ലൂഡ് ആയിട്ടുള്ള വിലയാണ് പറയുന്നത്. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? 4.4 ചോദിക്കുന്നുണ്ട്. മാക്സിമം ലോൺ ഒക്കെ ഒരു 4 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാനും പറ്റുമല്ലോ. പുതിയ ഇൻഷുറൻസ് അടിച്ചോളൂ. ഓക്കെ, സെക്കൻഡ് സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് ഒരു ആഡംബര കാർ ടൊയോട്ടന്റെ കൊറോള അൾട്ടിസ് ആണ്. എങ്ങനെയാണ് ബ്രോ മോഡൽ വരുന്നത്? 2011 മോഡൽ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ജെ ആണ് ഓപ്ഷൻ വരുന്നത്. അഡീഷണൽ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി അലവിയിൽ സ്കേർട്ടിങ് കാര്യങ്ങൾ, പുതിയ സീറ്റ്, നല്ല കിരുമത്തിന്റെ സീറ്റ് കവർ കാര്യങ്ങൾ, സ്കേർട്ടിങ്, ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയ ഒരു വാനല്ല. അതും ബ്ലാക്ക് കളർ, കാരണം ചിമ്മിറ്റ് എടുക്കാം. അങ്ങനത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ? അല്ല സോറി, വില എത്രയാണ്? ഇത് നമുക്ക് 4 ലക്ഷം രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ കൊടുക്കാം. അതിന് താഴത്ത് പോവോ? ചെറിയ മാറ്റൊക്കെ ഒത്തിരി കൊടുക്കാം. ഉണ്ടാവൂല. ലോണൊക്കെ കിട്ടുമോ ഇതിന്? ചെറിയ എമൗണ്ടൊക്കെ കിട്ടുമല്ലേ. ചെറിയൊരു ബഡ്ജറ്റിൽ ആൾട്ടോ K10 ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു വണ്ടി കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ മൂപ്പര നമ്പർ ഉണ്ട് വീഡിയോയിൽ. 1-2 നമ്പർ കൊടുക്കല്ലേ നമുക്ക് വീഡിയോയിൽ. അപ്പൊ അതിൽ വിളിച്ചാൽ ലൊക്കേഷന് അയച്ച് ഒന്ന് കൊടുത്താല് ആവശ്യക്കാർക്ക്. ഓക്കെ, അപ്പൊ ഒന്ന് ലൊക്കേഷൻ ഒന്നും കൂടി പറയുമോ? നമ്മൾ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ ഒരു 5 കിലോമീറ്റർ പോകുന്ന പുല്ലാനൂർ എന്ന് പറയും. നേരെ ഓപ്പോസിറ്റ്. അതെ, വെള്ളാമ്പുറത്ത് നിന്ന് മഞ്ചേരി റോട്ടിലാണ്. അങ്ങനെ വരാം. മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് വെള്ളാമ്പുറം റൂട്ടിൽ അങ്ങനെ. ഓക്കെ, 2 ഭാഗത്തു നിന്ന് വരുന്നവർക്ക്. ഓക്കെ, അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ തരാൻ വീഡിയോയിൽ നമ്പർ ഉണ്ട് കേട്ടോ, അതിൽ വിളിച്ചാൽ മതി. അപ്പൊ ഇതെങ്ങനെയാണ് ബ്രോ മോഡൽ വരുന്നത്? ഇത് 2011 മോഡൽ 12 രജിസ്റ്റർ വരുന്നത് കേരള വണ്ടി, EXI ഓപ്ഷൻ. ഓക്കെ, എത്ര കൊടുക്കുക? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കുക? ഇത് 1,35,000 രൂപക്ക് ഫൈനൽ കൊടുക്കില്ല. ഓക്കെ, അപ്പൊ